നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ് ഡൗൺ ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ഓഫ് ദ ബൈനറി ട്രീ. ഒരു ബൈനറി ട്രീ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇൻ ഓർഡർ, പോസ്റ്റ് ഓർഡർ, പ്രീ ഓർഡർ ട്രാവേഴ്സൽ കണ്ടുപിടിക്കാനാണ്. ആദ്യം എന്താണ് ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ എന്ന് നോക്കാം. ഇൻ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ട്രീ ആവുന്ന സമയത്ത് ഇത് റൂട്ട് നോഡായിരിക്കും. റൂട്ടാണിത്. ഇത് ലെഫ്റ്റ് നോഡായിരിക്കും. ഇത് റൈറ്റ് നോഡായിരിക്കും. ഇത്. അപ്പോൾ ഇൻ ഓർഡർ ട്രാവേഴ്സലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന ഫോർമാറ്റ് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ്. ഈ ഒരു രീതിയിലായിരിക്കും ചെയ്യുന്നത് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നത്. നമ്മളിവിടെ എഴുതുന്ന സമയത്ത് എന്താണ് എല്ല്, റൂട്ട്, റൈറ്റ്, ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നത്. ഇനി പ്രീ ഓർഡർ ട്രാവേഴ്സലാകുന്ന സമയത്ത് പ്രീ ഓർഡർ ആവുന്ന സമയത്ത് ആദ്യം നമ്മൾ ട്രാവേഴ്സ് ചെയ്യുക റൂട്ടിലോടായിരിക്കും. റൂട്ടിന് ആദ്യം നമ്മൾ വിസിറ്റ് ചെയ്യും, അതിനുശേഷം ലെഫ്റ്റ്, നെക്സ്റ്റ് റൈറ്റ്. ആ രീതിയിലായിരിക്കും നമ്മൾ പ്രീ ഓർഡർ ട്രാവേഴ്സലിൽ നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നുണ്ടാകും. ഇനി പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. പോസ്റ്റ് ഓർഡർ ആവുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അവസാനം എന്തായിരിക്കും റൂട്ട് നോഡിനായിരിക്കും വിസിറ്റ് ചെയ്യുന്നുണ്ടാവുക. ലെഫ്റ്റ്, റൈറ്റ്, റൂട്ട്. ഏറ്റവും ലാസ്റ്റ് ആരെ ഇതാക്കുന്നുണ്ടാവുക റൂട്ട് നോഡിനെയാണ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സല്. പ്രീ ഓർഡറിൽ ഏറ്റവും ഫസ്റ്റ് എന്താണ് റൂട്ടിനെയാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നുണ്ടാവുക. ഇൻ ഓർഡറിൽ പ്രോപ്പറായിട്ട് മിഡിൽ തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് റൂട്ടിനെ ട്രാവേഴ്സ് ചെയ്യുന്നുണ്ടാവുക. ഇതാണ് ബേസിക് ആയിട്ട് ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ തമ്മിലുള്ള ഡിഫറൻസസ്. ഇനി നമുക്ക് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഇവിടെ നമുക്ക് തന്ന് 30, 20, 40, 50, 25, 35, 50, 45. അപ്പോൾ ഈ ഒരു വലിയൊരു ഇതാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം ഓരോന്ന് ഫസ്റ്റ് ഇൻ ഓർഡർ ട്രാവേഴ്സലാണ്. അപ്പോൾ നമുക്ക് കാണാം ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ്. അതിന് ഞാൻ ആദ്യം നമ്മൾ ക്ലാസ്സിൽ എടുത്ത സമയത്ത് ഒരു മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്ലാസ്സിൽ എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒരു ട്രീ എന്ന് വിചാരിക്കാം. ഒരു ഫോർമാറ്റിലാണ് ഒരു ട്രീ ഉള്ളത്. ഇൻ ഓർഡർ ആവുന്ന സമയത്ത് നമ്മൾ താഴോട്ടൊരു ആരോ ഇട്ട് കൊടുക്കുക. ഓരോ നോഡിനും താഴോട്ടൊരു ആരോ ഇട്ട് കൊടുക്കുക. ഇനി പ്രീ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ആരോ ഇട്ട് കൊടുക്കുക. പ്രീ ഓർഡർ ആവുന്ന സമയത്ത് ഇങ്ങനെ. നെക്സ്റ്റ് പോസ്റ്റ് ഓർഡർ ആവുന്ന സമയത്ത് എന്താണ് നേരെ ഓപ്പോസിറ്റ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ആരോ നമ്മൾ ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഒന്നുകിൽ ആദ്യം പറഞ്ഞ ആ കൺസെപ്റ്റ് നോക്കിയാൽ മതി, അല്ലെ അത് ടഫ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ തന്നെ എടുത്ത്, അപ്പോൾ അത് മനസ്സിലാവാത്ത ആൾക്കാർ മാത്രം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതിയേ. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇൻ ഓർഡർ ആവുന്ന സമയത്ത് എന്താണ് നമ്മൾ ആരോ ഏറ്റവും നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇവിടെ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ആരോ ഇവിടെ വരുന്നത് ഈ ലെഫ്റ്റിലാണ് വരുന്നത്. പിന്നെ റൂട്ട്, പിന്നെ റൈറ്റ്, എഗെയിൻ റൂട്ട്, പിന്നെ നെക്സ്റ്റ്. ഈ ഒരു രീതിയിലാണ് പോകുന്നത്. നെക്സ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രീ ഓർഡർ ഫസ്റ്റ് തന്നെ റൂട്ട് തന്നെ എന്ത് ചെയ്തു നമുക്ക് ആ ഒരു ആരോ വരുന്നുണ്ട്. നെക്സ്റ്റ് ലെഫ്റ്റ്, അതിൻ്റെ ലെഫ്റ്റ്, നെക്സ്റ്റ് റൈറ്റ്, പിന്നെന്താണ് ഇതിൻ്റെ റൈറ്റ്, അങ്ങനെ പോകുന്നുണ്ട്. നെക്സ്റ്റ് പോസ്റ്റ് ഓർഡർ ആവുന്ന സമയത്ത് എന്താണ് ഇവിടെ നിന്നാണ് ആരോ തുടങ്ങുന്നത്. നമ്മളിവിടെ ഇങ്ങനെ ഇതിലൂടെ വന്ന് ഇപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇത് പിന്നെ റൂട്ടിലോട്ട് പോയി അവിടുന്ന് പിന്നെ ലെഫ്റ്റ്, റൈറ്റ്, റൂട്ട്, അതിൻ്റെ റൂട്ട്. ഇതാണ് പോസ്റ്റ് ഓർഡർ, ഇതാണ് പ്രീ ഓർഡർ. അപ്പം ആ ഒരു ചെയ്ത അതേ സെയിം പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ചെയ്യുന്നത്. ഇൻ ഓർഡർ ആവുന്ന സമയത്ത് ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ്,
നമ്മളിങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് 5, 15, 18, 20, 25, 30 ഈ ഒരു രീതിയിൽ കിട്ടും. അപ്പം ഇതൊന്നും നിങ്ങൾ നോക്കട്ടോ. ബോർഡിലെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത്രയും വലുത് നമുക്ക് കൊള്ളിച്ച് ചെയ്യാനാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കിയിട്ട് ചെയ്യട്ടോ.